ഹലോ. ഹലോ. ആ. ആ, കേൾക്കല്ലോ. പറഞ്ഞോ. ഡെയിലി 500 സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആം, ഓക്കെ. പിന്നെ ലൊക്കേഷൻസ് വന്നിട്ട് നമ്മൾ കളമശ്ശേരി ഇത്ര റേഡിയേഷൻ, അത് ഓൾമോസ്റ്റ് കൊച്ചി കവർ ചെയ്തിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് തൊട്ടൊന്ന് എടുക്കാൻ പറ്റുമോ? ഇപ്പം എങ്ങനെ അത് ക്ലോസ് ചെയ്തിട്ടെ, ഫുള്ളൊന്ന് ക്ലോസ് ചെയ്തിട്ടെ. ഓക്കെ. ഓക്കെ. ഇപ്പം ഓൾറെഡി ചെയ്തിട്ടുള്ളത്, ഇപ്പം അത് റൺ ചെയ്തിട്ടുണ്ടല്ലോ ഓൾറെഡി. ആ, ഓൾറെഡി റൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ. അവിടെ മുകളിലായിട്ട് പിന്നെ ഡേറ്റ് ഡേറ്റ് അപ്പം ആ ഒരു ആഡ് എപ്പോൾ തൊട്ടാണ് ചെയ്യാൻ തുടങ്ങിയത്? ഹലോ. ഹലോ. കാണുന്നുണ്ട്. ഓക്കെ. ഇതിലിപ്പോൾ ഒരാടാണ് റൺ ആകുന്നത്, അതായത് 500 സ്പെൻഡ് ചെയ്തിട്ട്. ഇതിൽ ഡെയിലി ഒരു 7 എണ്ണമൊക്കെ വരുന്നുണ്ട്, 7-8. ലീഡ്സ്. ഓക്കെ. പക്ഷെ ഇത് അത് നമുക്ക് ഇതിപ്പം എപ്പോഴാണ് വാട്സപ്പ് സ്റ്റാർട്ട് ചെയ്ത്? ഇത് ഏ, കേട്ടില്ല. ഇത് കുറെ ആയി, ഇത് കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന. ആ, ഓക്കെ. നവംബർ മുതൽ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് അത് പോകേണ്ടത് പോകുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ഓക്കെ. എന്താ കുറെ ആയി. അപ്പൊ പ്രശ്നം? വരുന്നതെല്ലാം ആ ഉം, ഓ, ഉം, ഓ, പാവപ്പെട്ട ലീഗ്സ് ആണ് വരുന്നത്. ഇപ്പൊ ഉം. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ടീംസ് ആണ് ഫോഡ്. കിട്ടുന്നത്. മനസ്സിലായി, മനസ്സിലായി. അവര് പിന്നെ ഉം. പിന്നെ നമ്മൾ അങ്ങോട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ ഇപ്പം അവർക്ക് ലീഡ്സ് പോകുന്നത്? അവരുടെ കയ്യിൽ നിന്ന് ലീഡ്സ് എങ്ങനെയാണ് കിട്ടുന്നത്? എങ്ങനെയുള്ള പോസ്റ്ററാണോ ഇടുന്നത്? അതോ ഹലോ. 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 ഇപ്പൊ കേൾക്കാം. അവിടെ റേഞ്ച് ഇഷ്യൂ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഹലോ. ആ, ഓക്കെ. ഇപ്പൊ ടോട്ടല് എത്ര? ഓക്കെ. ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആഡ് കോപ്പിയാണ് അപ്പോൾ ഇത്, അല്ലേ? അതെ, അതെ, ആ, അതെ. അതൊന്നെങ്കിൽ ഒന്ന് ഓപ്പൺ ആക്കിയേക്ക്. ഓപ്പൺ ആക്കിയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. ഒരു ഇത് ഡെയിലി എത്ര സ്പെൻഡ് ആക്കുന്നത്? അപ്പോൾ 500. 500 വെച്ചിട്ട് സ്പെൻഡ് ആകുന്നത്. അപ്പോൾ 500 ആ, കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 500 കൊടുത്തിട്ടുണ്ടെങ്കിലും 500 മേളിൽ പോകത്തില്ലേ എമൗണ്ട്? ഇല്ല, അതിന്റെ ഉള്ളിൽ നിക്കലുണ്ട്. ഒരു ആ, ആ, നേരിപ്പോയ ഒരു 550-600 അത്ര പോവാറുള്ളൂ. പോവാറുള്ളൂ. ആ, ഓക്കെ. ആ, ഇപ്പം എത്ര റേഡിയസ്, സറൗണ്ടിങ്സ് എത്ര ഇപ്പം? ടോട്ടൽ എമൗണ്ടോ? അല്ല, ഓക്കെ. അത് ചെക്ക് ചെയ്യുന്നതനുസരിച്ച് ഞാൻ നോക്കിക്കോളാം, കുഴപ്പമില്ല. ആ, ഓക്കെ. പിന്നെ ഓക്കെ. അപ്പം ഇത് നെക്സ്റ്റ് അടിച്ചോ? അതൊക്കെ. ഓക്കെ. 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 വാട്സപ്പിലോട്ടാണ്. ഓക്കെ. ഓക്കെ. അപ്പം ഇത് ഇതെങ്ങനെയാ? അപ്പം ലൊക്കേഷൻ എവിടെയൊക്കെയാ അപ്പം? നമ്മുടെ ലൊക്കേഷൻ. കളമശ്ശേരിന്ന് 5 മൈല് സറൗണ്ടിങ്ങില് ആ, ഓക്കെ. ബാക്കിയെല്ലാം നെഗറ്റീവ്, അതെ, നെഗറ്റീവ് ലൊക്കേഷൻ ആക്കി ഇട്ടേക്കാണോ? ഇട്ടേക്കാണ്. അതായത് അവിടെ നിന്നൊക്കെ വന്നോണ്ടിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ അല്ലാണ്ട് വരുന്ന ലൊക്കേഷൻ വന്നാൽ ഞാൻ അപ്പൊ എന്ത് ചെയ്യും, എക്സ്ക്ലൂഡ് ചെയ്ത് ഇടും ആ ലൊക്കേഷൻ. ആ, ഓക്കെ. അപ്പൊ നമുക്ക് അത് ഇങ്ങനെ ഉം, ഉം.
അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ശരിയാ. അതെ അങ്ങനെ. അതെ ആ, അതെ അതെ. അതങ്ങനെ ഇടേണ്ടതായിട്ട് ആവശ്യമില്ല, അത് വരാത്തതാണ് അത്. അങ്ങനെ വരുത്തില്ല. അതായത് വേറെ അത് ലൊക്കേഷനിൽ. അങ്ങനെ വന്നോണ്ടിരിക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് അങ്ങനെ ആം, ചെയ്തു. അങ്ങനെ ചെയ്തപ്പോ എന്താണ് ഇപ്പൊ വരുന്നത്, കൊച്ചിയിൽ നിന്ന് ആ തന്നെയാണ്. ആ മനസ്സിലായി മനസ്സിലായി. ആ ആ, ഇപ്പം താഴത്തോട്ട് താഴത്തോട്ടൊന്ന് നോക്കേ. ആ, ഏജ് കാറ്റഗറി 25-65+, പിന്നെ ഓൾ ആ ആ. ജെൻഡർ, ഓൾ ജെൻഡർ, പിന്നെ അഡ്വാൻറ്റ്, ഡീറ്റെയിൽ ടാർഗറ്റിങ് ഏതൊക്കെയാണ് കൊടുത്തേക്കുന്നത്? അപ്പോൾ എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്? കൂടുതൽ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ടെക്നിക്ക്? ഒരുപാട് കൊടുക്കാൻ അതപ്പം ഒരുപാട് കൊടുത്താൽ കാര്യമില്ല, അത് ഭയങ്കരമായിട്ടത് കാര്യമില്ല. കൊളാപ്സ് ആവും. ഒരു ഓ ഓ ഓ. അഞ്ചെണ്ണമൊക്കെ ഒരു ആവറേജ് കൊടുക്കാം. അഞ്ചെണ്ണമൊക്കെ 5 എണ്ണൊക്കെ കൊടുക്കാൻ പാടുള്ളൂ അഞ്ചെണ്ണം അല്ലേ? കൊടുക്കാൻ പാടുള്ളൂ. ഇതിപ്പം എങ്ങനെയാ ആ, ഒന്ന് കൊടുത്തേക്കുന്നതിൻ്റെ ഒരു അലൈൻമെൻറ്റ് അതൊന്ന് എഡിറ്റ് എഡിറ്റ് ബിഹേവിയേഴ്സ്. ഫസ്റ്റ് ഇതാണ്. ആ ആ. പിന്നെ എഡ്യൂക്കേഷന്റെ ഏതൊക്കെയാന്ന് കൊടുത്തു. പിന്നെ ഇതിപ്പോ വർക്കിംഗ് എഡ്യൂക്കേഷൻ്റെ ആയിരിക്കൂലല്ലോ. എഡ്യൂക്കേഷൻ്റെ ആ, ഇപ്പം അതെന്താ അങ്ങനെ കൊടുത്തത് എഡ്യൂക്കേഷൻ? എഡ്യൂക്കേഷൻ കൊടുക്കാൻ കാരണം, അതായത് ഒരു പ്രീമിയം ആള് കിട്ടുന്ന കരുതിയിട്ടാണ് എഡ്യൂക്കേഷൻ ആ കൊടുത്തത്. ആ മനസ്സിലായി. പക്ഷേ ആ, അത് അത് കൊടുക്കേണ്ട കാര്യമില്ല, അത് അതില്ല ഭയങ്കരമായിട്ട് അല്ലെ? ഡൈവേർട്ട് ആവും. അതെ അതെ. ഓക്കെ. എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പിള്ളേരെയൊക്കെ കാണിക്കും. പിള്ളേരെ കാണിക്കും. ഓക്കെ അങ്ങനെയൊക്കെ ഓക്കെ. വന്നിട്ടുണ്ട്. ആൾക്കാർ ക്ലിക്കും ചെയ്തില്ല, അവരൊക്കെ ചുമ്മാ കാണിച്ചുകൊണ്ടിരിക്കുകയെന്നല്ലാതെ. കാണിച്ചുകൊണ്ടിരിക്കും. ആ, അതെ അതെ. ഈ ഇത് വർക്കിംഗ് അല്ലല്ലോ നമ്മുടെ ഇന്ത്യയില്. അത് വർക്കിംഗ് അല്ല, ഇത് ഇൻകത്തിൻ്റെ അല്ലേ? ആ, ആ, ഇതിപ്പം US എങ്ങനെയാ ഇപ്പോൾ എടുത്തേ? അല്ല, ആകെ ഇൻകത്തിന്റെ ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ജസ്റ്റ് ആ അത് കൊടുത്ത്. ആ അതും ഓക്കെ ഇപ്പൊ ഓക്കെ. ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നമ്മുടെ ഇവിടെ അത് പിന്നെ ഈ ഡെമോഗ്രഫി റിലേഷൻ വേണോ? അതും വേണ്ട അല്ലെ? ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ, അതൊന്നും വേണ്ട നമുക്കത്. വേണ്ട. അതല്ല നമുക്ക് ആവശ്യം. അതല്ല വേണ്ടത്. പേരൻസ്, ഓൾ പേരൻസിൻ്റെ കാര്യമില്ല. ഇല്ല. ഓക്കെ. പിന്നെ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ഇതൊക്കെ കൊടുക്കാൻ കാരണം ഒന്നുമില്ല. നമുക്ക് പ്രീമിയം ആളുകൾ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം കൊടുത്തതാണ് ഈ. ഓക്കെ 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 ഓക്കെ. പിന്നെ വേറൊരു ഓക്കെ, ആ ഒരു ഏരിയയിലുള്ള പ്രീമിയം ആയിട്ടുള്ള ആൾക്കാരെ കിട്ടണം അല്ലേ? കിട്ടണം. അതെ അതെ. ഓക്കെ. ഇൻട്രസ്റ്റ്. ഒറ്റ ഇപ്പം ഹെൽത്ത്, ഇപ്പോൾ ഇൻട്രസ്റ്റ് നോക്കുവാണെങ്കിൽ ഹെൽത്ത് ക്ലബ്ബ് ഓക്കെയാണ്. ഹെൽത്ത് ക്ലബ്ബ് ഓക്കെ. ഓക്കെയാണ്. പിന്നെ മോട്ടിവേഷൻ അഡീഷണൽ ഇൻട്രസ്റ്റ്, ആ മോട്ടിവേഷൻ്റെയൊക്കെ ഒന്ന് അതൊക്കെ കളഞ്ഞേക്കും. മോട്ടിവേഷൻ, സൈക്കോളജി ഒക്കെ വേറെ കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പം ഹെൽത്ത് കെയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ഓൺ ചെയ്തിടുന്നതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ പേഴ്സണൽ ഓക്കെ. കെയർ, ഓക്കെ. ഓക്കെ, പേഴ്സണൽ കെയർ, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് അതൊക്കെ കളഞ്ഞേക്കുക. ഡെവലപ്മെൻറ്റ് അതൊക്കെ ഓക്കെ. വേറെ കാറ്റഗറി വരുന്നതല്ലേ. പേഴ്സണൽ കെയർ വേണോ? പേഴ്സണൽ കെയർ എന്ന് പറയുമ്പോൾ മറ്റേ ഇതാണോ ഉദ്ദേശിക്കുന്നത്? ഹോം നേഴ്സ് അങ്ങനെ ഒരു കാറ്റഗറി ഹോം ആണോ? കെയർ അത് ആവശ്യമില്ല. അത് ഒരുപാട് ഇതിലേക്ക്. ആ ആ ഓ ഓക്കെ. ക്വാളിറ്റി ലൈഫ്. ക്വാളിറ്റി ഓഫ് ലൈഫ് സൈക്കോളജി അത് മാറ്റി വയ്ക്കുക. അത് ശരിയാണ്. എന്താ ഓക്കെ. വെച്ചാൽ നമുക്ക് കറക്റ്റ് ഓഡിയൻസിനെ കിട്ടാൻ വേണ്ടി ഹെൽത്ത് ആണല്ലോ നമ്മുടെ ഒരു പ്രയോറിറ്റി. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ അതാണല്ലോ, സർവീസ്. ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സർവീസ് ആണല്ലോ. സെൽഫ് അവയർനെസ്സും വേണ്ട. സെൽഫ് കെയർ ഇതൊന്നും വേണ്ടല്ലേ? സെൽഫ് കെയർ വേണ്ട.
അതൊക്കെ വേറെ ആഡ്സ് ഒക്കെ റൺ ചെയ്യുമ്പോഴാണ് അതൊക്കെ ഉപയോഗിക്കുക. ഓക്കെ ഓക്കെ. പിന്നെ ഓണേഴ്സ് ആൻഡ് സിഇഒസ് ഒന്നും വേണ്ട. അതൊക്കെ വേണ്ട. വേറൊരു കാറ്റഗറി ആഡ്സ് ഒക്കെ ചെയ്യുമ്പോൾ എൻ്റർപ്രണർഷിപ്പ് ഒന്നും ആവശ്യമില്ല. ഇല്ല. ഇല്ല. അത് നമ്മൾ പക്ക നമ്മൾ നാരോ ഡൗൺ ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ. പ്രത്യേകിച്ച് ഷോപ്പേഴ്സ് പർച്ചേസ് ബിഹേവിയേഴ്സ് ആണ്, അതിൻ്റെ ആവശ്യമില്ല. ഇല്ല. അതും കളഞ്ഞേക്ക്. ഓക്കെ. ഇപ്പോൾ ഇപ്പൊ രണ്ടെണ്ണമായി. രണ്ടെണ്ണം. ഓക്കെ, ഓക്കെ. രണ്ടെണ്ണമായി. ഇനി ബ്രൗസ് കൊടുത്തേ, ബ്രൗസ്. ആ. ഓക്കെ. ഡെമോഗ്രാഫിക്സ്, ഇൻട്രസ്റ്റ് എടുത്തേ, ഇൻട്രസ്റ്റ്. ഇൻഡസ്ട്രി, ഫിറ്റ്നസ് ആൻഡ് വെൽനെസ്സിൽ എന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ? ഇല്ല. ഫിറ്റ്നസ് വെൽനസ്സില് നമ്മളിത് ഹെൽത്ത് കെയർ, ഹെൽത്ത് ക്ലബ്ബ് അല്ലേ? ആ ഓക്കെ. ഇൻഡസ്ട്രി, അഡീഷണൽ ഇൻഡസ്ട്രി ഹെൽത്ത് ക്ലബ്ബ്, അതിൽ നിന്നാണോ എടുത്തത് ഹെൽത്ത് ക്ലബ്ബ്? അല്ല, ഹെൽത്ത് ക്ലബ്ബ് അഡീഷണൽ വേറെ ഇൻട്രസ്റ്റ് അഡീഷണൽ ആണ്. ഇൻഡസ്ട്രി എന്നാണല്ലോ. ആ ഓക്കെ. അപ്പം ഇപ്പോൾ യോഗ, ട്രെയിനിങ്, റണ്ണിങ്, ഫിസിക്കൽ ഫിറ്റ്നസ്, മേലോട്ട് ജസ്റ്റ് നോക്കാം. ഓക്കെ. ഫിസിക്കൽ എക്സസൈസ്, അവിടുന്ന് വേണ്ട, അവിടുന്ന് വേണ്ട. ഓക്കെ. ഫുഡ് ആൻഡ് ഡ്രിങ്ക്, ഹോബീസ് ആക്ടിവിറ്റീസ്, ഹോബീസ് ആണ് ഷോപ്പിംഗ് ആൻഡ് റേഷൻസ്, സ്പോർട്സ്, ഔട്ട്ഡോർസ്, ടെക്നോളജി, ബിഹേവിയേഴ്സ് എടുത്തിട്ട് ലാസ്റ്റ് ആയിട്ട് ബിഹേവിയേഴ്സ്. Control of transportation, digital activities, digital activities. വേണ്ട, താഴത്തോട്ട് പോകും, താഴത്തോട്ട് താഴത്തോട്ട്. സജഷൻസ് നീക്കുക, സജഷൻസ് ഏറ്റവും മേളിലായിട്ട് സജഷൻസ് നീക്കുക. ഓക്കെ. അപ്പം നിങ്ങളുടെ അവിടെ സൈക്കോളജി അങ്ങനെയുള്ള ഇതൊക്കെ കൊടുക്കുന്നുണ്ടോ, അതോ ഉള്ളി ഏത് ടൈപ്പ് ഓഫ് സർവീസസ് ആണ് അതായത് കൊടുക്കുന്നത്? വെൽനെസ് നോക്കുന്ന പേഷ്യൻസ്, അതുപോലെ തന്നെ സ്ട്രോക്ക് പേഷ്യന്റ്, ഓക്കെ. ഈ പെയിൻ പെയിൻ മാനേജ്മെന്റ്, പെയിൻ ഉള്ള പേഷ്യൻസ്, അവർക്കൊക്കെ അവിടെ നിന്ന് ഒരാഴ്ച രണ്ടാഴ്ച നിന്ന് പെയിൻ ക്ലിയർ ചെയ്ത് കൊടുക്കുക, അങ്ങനത്തൊക്കെയാണ്. ഓക്കെ. ഓക്കെ. അപ്പം ഒരു സെഗ്മെന്റ് മാത്രമായിട്ടാണ് നോക്കുന്നത് അല്ലേ? എല്ലാം അതെ. ജനറൽ ആയിട്ട് എല്ലാം ഇല്ല. ജനറൽ ആയിട്ടും ഉണ്ട്, എല്ലാം നോക്കുന്നുണ്ട്. എല്ലാം നോക്കുന്നുണ്ട്. ഓക്കെ. അതെ. എമർജൻസി ഒക്കെ എടുക്കും? എമർജൻസി ഇല്ല. എമർജൻസി ഇല്ല. ഓക്കെ. ഇല്ല. അപ്പം സൈക്കോളജി അപ്പം നിങ്ങൾ നോക്കുന്നേ സൈക്കോളജി? നോക്കുന്ന പെടും. ആ ഓക്കെ. അപ്പം ക്വാളിറ്റി ഓഫ് ലൈഫ്, അപ്പം ക്വാളിറ്റി ഓഫ് ലൈഫ് ആ ഒരു ഇത് കൊടുത്തു. ഇപ്പം അങ്ങനെയുള്ള ആൾക്കാരെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഇപ്പം ഒരുപാട് നമ്മൾ ആഡ് കോപ്പി കൊടുക്കുമ്പോഴേ ആ. ആഡ് കോപ്പി കൊടുക്കുമ്പോൾ ജനറലായിട്ട് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ലീഡ്സ് കിട്ടാനുള്ള സാധ്യതയും കുറവാണ്. ഇപ്പം സൈക്കോളജി ആയിട്ടാണെങ്കിൽ സൈക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആഡ് കോപ്പി ആണെങ്കിൽ അത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നല്ലത്. ഇപ്പോൾ ഇതിന് ക്രിയേറ്റീവ്സ് കാണണോ ആ എന്തൊക്കെയാണെന്നുള്ള? അവിടെ നിൽക്കും വേറെ എന്തെങ്കിലും. ഇപ്പം
ഈ ആഡ് കോപ്പി വെച്ചിട്ട് ഇതിനെ ടാർഗറ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. ബെറ്റർ. ഓക്കെ. മനസ്സിലായി. ആഡ് കോപ്പി നമ്മൾ ആ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം ജനറൽ ആയിട്ടുള്ള ആഡ് കോപ്പി ആണെങ്കിൽ ആ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന് അഡ്രസ്സ്, ഇപ്പം നടുവേദന അല്ലെങ്കിൽ ആ അങ്ങനത്തെ പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യുന്നൊരു ആഡ് കോപ്പിയാണ് അതിൽ കൊടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഇപ്പം ആഡ് കോപ്പി ഒന്ന് കാണിച്ചു എന്നാൽ മാത്രമേ ഇത് സേവ് ചെയ്തിട്ടു. സേവ് ചെയ്യും. ആ ആഡ് കോപ്പി ഒന്ന് കാണിച്ചു. ഇതൊന്ന്. ആ ഓക്കെ. പെയിൻ മാനേജ്മെന്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കൂടുതൽ. ആ ഓക്കെ. ഓക്കെ. പിന്നെ അതിന്റെ 2 വീഡിയോസും വീഡിയോസ് ഉണ്ട്. റിവ്യൂ ആണ് ആള് പറയുന്നത്. ആ ഓക്കെ. അങ്ങനത്തെ 30 സെക്കൻഡിന്റെ 2 ഭാഗങ്ങള്, പിന്നെ സ്ട്രോക്കിന്റെ ഒരു പോസ്റ്റർ. ഓക്കെ 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 ഓക്കെ. ഓക്കെ. ഇത് കൊണ്ടിട്ട് ഇപ്പോൾ ഒന്നാമത്തെ കാര്യം ആ ഒന്നാമത്തെ കാര്യം ഈ ഹോസ്പിറ്റൽസിലെ രോഗികൾ വരിക എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ ആയിരിക്കും ആൾക്കാർ എടുക്കുക അല്ലേ? അതെ അതെ. അങ്ങനെയല്ലേ? ഇപ്പം എന്തെങ്കിലും ഒരു ഓഫർ നമ്മൾ കൊടുക്കുവാണ്, ഇപ്പം ഒരു നമ്മുടെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണം, ആ അതിന് ഇപ്പം ഒരു 20,000 30,000 രൂപയാണെങ്കിൽ അത് ഉം. കട്ട് ചെയ്തിട്ട് ഒരു ഓഫർ പോലെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ അത് കണക്ട് ചെയ്യും. ആൾക്കാരത് ഓക്കെ. കണക്ട് ചെയ്തിട്ട് പിന്നെ ഉം. നമ്മൾ കണക്ട് ചെയ്യും. ഉം, ഉം, പക്ഷേങ്കിൽ ഉം. ഇങ്ങനെയുള്ള ആഡ് കോപ്പി കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അത്യാവശ്യമുള്ള സമയത്ത് അവർക്ക് ഇത് ആവശ്യമുള്ളൂ. ഒന്നാമത്തെ കാര്യം ഇതൊരു ആ ആ ബ്രാൻഡിങ്ങിന് വേണ്ടി മാത്രം ഇത് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ ഇങ്ങനെയുള്ള പറ്റുള്ളൂ. ഹോസ്പിറ്റൽസ് പരിപാടിയൊക്കെ. ആ അല്ലെങ്കിൽ ആ എന്തെങ്കിലും ഒരു വലിയ ഓഫർ കാര്യങ്ങൾ, ഇപ്പം ഫ്രീ ആയിട്ട് എന്തെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു കണ്ടക്ട് ചെയ്യണം, ഫ്രീ ആയിട്ട് ഉം. രക്തം ആ നോക്കുന്നത് അല്ലെങ്കിൽ ആ ഹെൽത്തിൻ്റെ എന്തെങ്കിലും ചെക്ക് ചെയ്യുന്നത് ഫ്രീ ആയിട്ട്. അപ്പം അത് നമുക്ക് വേണമെങ്കിൽ മാസീവായിട്ട് പോസ്റ്റർ നമുക്ക് ആൾക്കാരിലോട്ട് എത്തിക്കാൻ വേണ്ടി പറ്റും. ഉം. മനസ്സിലായി. അതുകൊണ്ട് ഗുണമുണ്ട്. പക്ഷെ ഈ ഒരു ഉം. പരിപാടി കൊണ്ടിട്ട് ഗുണമുണ്ടോയെന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റത്തില്ല. ആൾക്കാർക്ക് അത് കണക്ട് ചെയ്യുന്ന തന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഉം. ഇത് ഇത് ഒന്നാമത്തെ ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കൺസേൺ ആവും. അവർ ഓൾറെഡി അറിയാവുന്ന മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പോവുക. ഒന്നാമത്തെ കാര്യം ഉം. ടെസ്റ്റിമോണിയൽസ് നല്ലതാണ്, ടെസ്റ്റിമോണിയൽസ് ഇടുന്നത് നല്ലതാണ്. ടെസ്റ്റിമോണിയൽസിലെ വീഡിയോ ഓക്കെയാണ്, അത് കാണുമ്പോൾ ആ ആൾക്കാർക്ക് തോന്നും ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന്. ബ്രാൻഡിങ് ഓക്കെ. നല്ലതാണ്. ബാക്കി എല്ലാ പോസ്റ്റേഴ്സും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ പോകുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓക്കെ. ഓഫേഴ്സ് കൊടുക്കണം. അങ്ങനെ ഒരു സംഭവം ആ നിങ്ങൾക്ക് ആ അവിടെ സംസാരിച്ചിട്ട് കൂടുതൽ ആൾക്കാരെ അങ്ങോട്ട് വരിത്തിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. ആ പിന്നെ ഓക്കെ. അല്ലെങ്കിൽ മറ്റേ മാരത്തോണൊക്കെ മാരത്തോൺ ചെയ്യണം നിങ്ങളുടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് ഹൈ ടീംസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ആ പിന്നെ വേറൊരു നല്ലൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് ആ ചെയ്യാൻ പറ്റുന്ന ഓൾറെഡി ലുക്കേ ലൈക്ക് ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ. അത് എവിടെയാണ്, എങ്ങനെയാണ്? അത് ഞാൻ കാണിച്ചില്ല. ഇതിപ്പോ ഇതിൽ വന്നിട്ട് ഈ എസ്റ്റിമേഷനിൽ വല്ല കാര്യമുണ്ടോ അവർ കാണിക്കുന്നത്? എസ്റ്റിമേഷനിൽ കൺവേർഷൻസ് 1 0 to 6 ആണല്ലേ. ഉം. 1 to 6 എങ്കിലും വരുവാണെങ്കിൽ അത് നല്ലൊരു ഇൻഡിക്കേഷൻ ആണ്. 0 ഓക്കെ. to 6 വരും 1 to 6. ഉം. അതിൽ വലിയ കാര്യമില്ല, നമ്മളത് റൺ ചെയ്ത് പോകുമ്പോഴത് മാറത്തുള്ളൂ. ഓക്കെ. അതെ അതെ. മുകളിലോട്ട് നോക്കിയേ, അത് ഞാൻ കാണിച്ചു. മുകളിൽ താഴത്തോട്ട്. അതിൽ വെയിറ്റ് അതിൽ ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്നു.
ക്രിയേറ്റ് ന്യൂ അതിൽ ലുക്ക് ലൈക്ക് ഓഡിയൻസ് എടുത്തു കഴിഞ്ഞാൽ ആ അതിൽ എക്സിസ്റ്റിംഗ് സോഴ്സ് ക്രിയേറ്റ് ന്യൂ സോഴ്സ് കസ്റ്റമർ വാല്യൂ കസ്റ്റം ഓഡിയൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഫസ്റ്റത്തെ ആണോ? ആ ഓക്കെ. അതിൽ നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് എടുക്കാൻ ട്രാഫിക് വരുന്ന എടുക്കാൻ വേണ്ടി പറ്റും വെബ്സൈറ്റിൽ നിന്നുള്ളത്. പിന്നെ ആ ആ നമുക്ക് ഓഫ്ലൈൻ ആക്ടിവിറ്റി കസ്റ്റമർ ലിസ്റ്റ് അതൊരു സോഴ്സാണ്. കസ്റ്റമർ ലിസ്റ്റ് എടുത്തേ ടെക്സ്റ്റ് കൊടുത്തേ ആ ഡൗൺലോഡ് ടെംപ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാലേ ആ ടെംപ്ലേറ്റ് ഡൗൺലോഡ് ആവും. എന്നിട്ട് ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇമെയില് ആ ഇപ്പം ഇമെയില് ഇപ്പം ഇതൊന്നും ഇല്ലേ പോലും ഈ ഫോൺ നമ്പർ മാത്രം ഇട്ട് കൊടുത്താലും ആ മതി. ഫോൺ നമ്പർ പിന്നെ മതി അല്ലേ? പേരും UID എന്ന് പറയുന്നത് ആധാർ കാർഡാണോ? UID UID ഒന്നും കൊടുക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. കൊടുക്കണ്ടല്ലേ? ആ ഓക്കെ. ഇത് US ബേസ് ആയിട്ടുള്ള ഇതാ കൊടുത്തേക്കാം. ഇത് ഇത് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന എവിടെ നിന്നാണെന്നറിയോ? ഇപ്പോൾ US എന്ന് കുറേ സ്ഥലത്ത് കണ്ടത്. ഓക്കെ ഫ്രാൻസ്, ഫേസ്ബുക്ക്. ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുവാണല്ലോ. ഇപ്പം കൺട്രീസ് കൊടുക്കണം, അതുപോലെ ആ അതുപോലെ ഫോൺ നമ്പരും ഫോൺ നമ്പർ. ഇമെയിൽസും. ഓക്കെ. ബാക്കി കോളംസ് ഒക്കെ ഫില്ല് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല അല്ലേ? മസ്റ്റായിട്ട് ഈ ഒരു നമുക്ക് ഓൾറെഡി വന്ന പ്രീമിയം ക്ലയൻസിന്റെ അതെ അതെ പേരും ഫോൺ നമ്പരും. ലിസ്റ്റ് എടുത്താൽ മതിയല്ലോ. അതെ അതെ. ഓക്കെ. അല്ലെങ്കിൽ അവരുടെ ഫോൺ ആ നമ്പർ മാത്രമായിട്ട് എടുത്തിട്ടാണേലും ഒരു എക്സൽ ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്ക്, അത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്ക്. ഓക്കെ ചിലപ്പോൾ അങ്ങനെയും ഓക്കെ വർക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ ഓക്കെ. എന്നിട്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ. അതെ കൺഫർമേഷൻ. ഓക്കെ ഓക്കെ. ചെയ്തു നോക്കാം. അതാണ് കുറച്ചും കൂടെ ഇമ്പാക്റ്റ്ഫുള്ള്. അപ്പം ആ അതിൽ വേറൊരു നോക്കേണ്ട ഒരു ഓപ്ഷൻ കൂടെ ബാക്ക് അടിച്ച് ഒന്നും കൂടെ അത് എടുത്തേ. കസ്റ്റമർ ഓക്കെ ഹലോ ബാക്ക് അടിച്ച് ബാക്ക് ക്യാൻസൽ നിൽക്കി ക്യാൻസൽ. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് എടുത്തേ. ക്രിയേറ്റ് ന്യൂ ഓക്കെ ലുക്ക് ലൈക്ക് ഓക്കെ വെയിറ്റ്. അതിൽ താഴ്ത്തിടക്കുന്ന ഈ ഓഡിയൻസ് സൈസ് കണ്ടോ? അത് കൂട്ടും തോറും ഈ 4-5% ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ആക്യുറേഷൻ ഇപ്പോൾ താഴെ തന്നെ എഴുതിയിട്ടുണ്ട്. 1% ലുക്ക് ലൈക്ക് കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് പീപ്പിൾ മോസ്റ്റ് സിമിലർ ടു. അപ്പോൾ സിമിലർ ആയിട്ടുള്ള ആൾക്കാർ ഈ പെർസെൻറ്റേജ് കൂട്ടും തോറും സിമിലർ ആയിട്ടുള്ള ആൾക്കാരെ കാണിക്കുന്നതിൻ്റെ എണ്ണം കൂടും. മനസ്സിലായോ? പിടിയിട്ട് ഒരു പോസ്റ്ററിനാണല്ലേ. അപ്പം ലീഡ്സിൻ്റെ
ലിങ്ക് ക്ലിക്സ്, ബാക്കിയൊന്നും ലിങ്ക് ക്ലിക്സ് പോകുന്നില്ല. അത് ഈ ഒരു ഡേറ്റ് വെച്ചിട്ടല്ലേ, ടുഡേ ആണല്ലോ ആണ്. പിന്നെ ഇതാണ് ഏറ്റവും കൂടുതൽ ലിങ്ക് ക്ലിക്സ് പോയേക്കുന്ന ഇതാ, അതുകൊണ്ടാണ്. ഇതിപ്പം ഫുള്ള് വാട്സപ്പിലോട്ടാണല്ലോ മെസ്സേജ് വരുന്നത് അല്ലേ? ഇത് പിന്നെ വെരിഫൈഡ് ആണോ? പിന്നെ ബിസിനസ് അക്കൗണ്ട് വെരിഫൈഡ് ആണോ? അല്ല, പിന്നെ ബിസിനസ്സിന് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. വെരിഫൈ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ലുക്കിലേക്ക് വേണമെങ്കിൽ അത് കോപ്പി ആക്കിയിട്ടേ വേറൊരു ഇതായിട്ട് ലുക്കിലേക്ക് ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അതിൽ തന്നെ ചെയ്യും. തന്നെ അതിൽ തന്നെ ഒന്ന് അത് മാത്രം മാറ്റിയിട്ട് ലുക്കിലേക്ക് ഓഡിയൻസ് ഇട്ട് ചെയ്യുന്നേ. അത് എല്ലാ ദിവസവും എഡിറ്റ് ചെയ്യാറുണ്ടോ? പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു ആഡ് റൺ ചെയ്ത് അത് 15 ദിവസമെങ്കിലും എടുക്കും അതിൻ്റെ ലേണിംഗ് പീരീഡ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ ഒരു പ്രോബ്ലം ഉണ്ടാവും. നമ്മളെപ്പോഴും എഡിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴേ ആ ലേണിംഗ് പീരീഡിലോട്ടും മാത്രമായിട്ട് പോകും. ഒരു പ്രശ്നം ഉണ്ട്, അതൊന്ന് നോക്കിയാൽ മതി. നമ്മളാദ്യം അതെ ഡീറ്റെയിൽ ടാർഗറ്റ് ഞാൻ നോക്കട്ടെ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അയച്ചിടാം. ഡീറ്റെയിൽ ടാർഗറ്റ് പിന്നെ ഇതും കൂടെ ശ്രദ്ധിച്ചാൽ മതി, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യാതെ. ഒന്നാമത്തെ കാര്യം നമ്മൾ ആഡ് ക്രിയേറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ അത് മാപ്പ് ചെയ്യണം. നമ്മൾ ആർക്കാണ് ചെയ്യുന്നത്, എവിടെയാണ് ചെയ്യുന്നതെന്നുള്ള ഫുള്ള് ഡീറ്റെയിൽസ് മാപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ആർക്കാണ്, എത്ര ഏജാണ്, എവിടെയൊക്കെയാണ് ഡീറ്റെയിൽ ടാർഗറ്റിങ്, ആർക്കൊക്കെയാണ് ചെയ്യേണ്ടത്, എത്ര എമൗണ്ടാണ് ചെയ്യേണ്ടത്, എല്ലാം ആദ്യം തന്നെ സെറ്റപ്പ് ചെയ്ത് പ്ലാൻ ചെയ്യുവാണെങ്കിൽ പിന്നെ അത് അതിലൂടെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതിൽ വേറെ ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് നോക്കിയാൽ മതി. ഓക്കെ.